ഒരു സമൂഹത്തിനകത്ത് വ്യത്യസ്തമായ മേലുകീഴ് നിൽക്കുന്നതിനെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപോലല്ല രണ്ടു കൂട്ടരും. ക്ലാസ് റൂം നമ്മൾ ആരംഭിച്ചില്ലേ, ബ്രിട്ടീഷുകാരാണ് ക്ലാസ് റൂംസ് ആരംഭിച്ചത്. അപ്പൊ ആളുകൾ ഇരിക്കാനായിട്ട് എങ്ങനെയാണ് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇട്ടാണ് ഇരുത്തി തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ മുന്നോക്ക ജാതിക്കാരിരിക്കുന്നതായിരുന്നു ഫ്രണ്ട് ബെഞ്ച്. അവരാണ് പഠിക്കുന്നവർ. അതാണ് പിൽക്കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുന്നത് പിന്നിലിരിക്കുന്നവർ പഠിക്കാത്തവരെന്നാണ്. അല്ല, അവർ ദരിദ്രരും ജാതിയിൽ താണ ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉള്ള ക്ലാസ് റൂംസ് ആണ് ഇന്നും ഉള്ളത്. ആ ക്ലാസ് റൂമിനകത്ത് ഇന്ന് നമ്മൾ പറയുന്നത് ഇതാണ്, പഠിക്കുന്നവരും പഠിക്കാത്തവരും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ജാതിയിൽ ആരംഭിച്ചതാണ്. ആ തുടർച്ച ഉറപ്പാക്കിയ സ്ഥലം തന്നെയാണ്. ഈ സ്ഥലത്തു നിന്ന് ഉണ്ടായി വന്ന ആളുകൾ അൺസ്കിൽഡ് ലേബർ ആയിട്ടിരിക്കുന്നവർ നോക്കിയാൽ മതി. ഇവിടുത്തെ സാനിറ്ററി വർക്കേഴ്സ്, മുനിസിപ്പാലിറ്റിക്കകത്തുള്ള പണിയിൽ നിങ്ങൾ എന്നെങ്കിലും ഒരു ബ്രാഹ്മണനെയോ ഒരു നായരെയോ കാണത്തില്ല. ഒരു ആപ്ലിക്കേഷനകത്ത് ഇല്ല. ജാതി അനുസരിച്ചിട്ടുള്ള പണി തന്നെയാണ്. ഇവിടെ സ്വീജ് വൃത്തിയാക്കത്തില്ലേ, ഇന്ത്യ മുഴുവനുണ്ട്. ഇന്നും ജാതി അനുസരിച്ചിട്ടുള്ള ജോലിക്കാരാണ്. അല്ല, വേറെ നിങ്ങൾ പറയുന്ന സാധനമൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് സാമൂഹ്യ യാഥാർത്ഥ്യമല്ലാതെ ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത് പോയി എന്ന് പറയുന്നത് മനസ്സിലുള്ളതല്ല ജാതി. മനസ്സിലല്ല ജാതി, അത് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അംബേദ്കർ ഇതിനകത്ത് കുറെ പ്രൊവിഷൻസ് വെച്ച് കരുവണ്ടി താഴെ തട്ടിലാക്കി മാറ്റിയ മനുഷ്യരെ മേൽ ഒരുപോലെ ആക്കാൻ വേണ്ടി അവർക്ക് സംവരണം കൊടുക്കണമെന്ന് വെച്ചത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന പോയിന്റാണ്. ഇന്ന് നമ്മൾ ജാതി ഉണ്ടാകുന്നത് സംവരണം കൊണ്ടാണെന്ന് പറയുന്നവരാണ്. ഇത് സംവരണം കൊണ്ടാണ് ജാതി ഉണ്ടാകുന്നതെന്നാണ് ഇന്ന് പറയുന്നത്. അങ്ങനെയാണ് മണ്ഡൽ കമ്മീഷനെതിരായിട്ട് സമരമൊക്കെ ഉണ്ടായത്. അത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു ക്ലാസ് റൂം നേരത്തെ പറഞ്ഞില്ലേ, തട്ട് സമൂഹത്തിൻ്റെതായ യുക്തികളിലുണ്ടായ ക്ലാസ് റൂമേ ഉള്ളു. അല്ലാതെ എല്ലാവരും ഒന്നിച്ചാക്കുന്ന ഇപ്പൊ കൊച്ചു കസേരയൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്നിച്ചിരുത്തുകയൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അത് ക്ലാസ് റൂമിനകത്ത് വീട്ടിനകത്തില്ലാതിരുന്ന തരംതിരിവ്, ലിംഗപരമായ തരംതിരിവ് പഠിപ്പിക്കുന്ന സ്ഥലം കൂടാണ് ക്ലാസ് റൂം. ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന പണിയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ജാതീയമായ വിവേചനവും മതപരമായ വിവേചനവും ലിംഗപരമായ വിവേചനവും വളരെ സൂക്ഷ്മമായി വീവ് ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയ സമൂഹത്തിനകത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഇയാൾക്ക് ഒരു കല്യാണക്കുറി കിട്ടുന്നു, ഞങ്ങൾ വിവാഹിതരാകുന്നു എന്ന് പറയുന്ന ഒരു കല്യാണക്കുറി എപ്പോഴെങ്കിലും ഇയാൾ കണ്ടിട്ടുണ്ടോ? അങ്ങനില്ല. ഞങ്ങൾ വിവാഹിതരാകുന്ന പറയുന്നത് ഞാൻ കണ്ടു, ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതിയിട്ടുള്ള ഒരെണ്ണമുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ 5% ബാക്കി നമ്മൾ ഈ പറയുന്ന 100 പേരുള്ളതിനകത്ത് 95 പേരും അമ്മയും അച്ഛനും നിശ്ചയിക്കുന്ന വിവാഹത്തിലുള്ളവരാണ്. അവരെന്താണ് നോക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന പെണ്ണോ ചെറുക്കനോ അവര് തമ്മിൽ ചേരുവോ എന്നാണോ പരിശോധിക്കുന്നത്? അത് പരിശോധിക്കുന്നേ ഇല്ല. ജാതി ഏതാന്ന് നോക്കും, മതം ഏതാന്ന് നോക്കും, നമ്മുടെ തരക്കാർ പണക്കാരാണോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അകലം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാനുള്ള ദൂരം, ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. ഈ 2 മനുഷ്യർക്ക് വ്യക്തികളെന്ന് പറയുന്ന 2 പേര്, ആണും പെണ്ണിനും ഒരു ഇനിഷ്യേറ്റീവ് ഉള്ള ലോകമല്ല ഇത്. ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ രജിസ്റ്റർ കച്ചേരിയിൽ പോയി വിവാഹം കഴിക്കാന്ന് പറയുന്ന ന്യായം അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 100-നകത്ത് 5 ഉള്ളൂ. ആ 5 പേരും ഒന്നിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുന്നതിന് എല്ലാ പണിയും ചെയ്യുന്ന അമ്മയും അച്ഛന്മാരും കൂടെ ഉള്ള നാടാണ് നമ്മുടെ. അല്ലാതെ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിനകത്ത് മാറ്റം വന്നു എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഓടി അവിടെ ഒരു തുണിയെടുത്ത് വിരിക്കുന്നത് പോലാണ് നമ്മുടെ ഭരണഘടന ഈ പറയുന്ന സകല എന്തെല്ലാം വിവേചനങ്ങൾ ഉണ്ടായിരുന്നോ ആ വിവേചനങ്ങളുടെ മുകളിൽ ഒരു തുണി വിരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ ഈ അൺഈക്വലായിട്ട് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ അടിമയായിട്ട് വരുന്നവര് എങ്ങനെയാണ് ആയെന്നുള്ളത് പറയുന്നുണ്ട്. ആ പറയുന്നതിനകത്ത് ഈ ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം അങ്ങ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള അറിവും ലോകത്തില്ല, അതിനുള്ള റിസോഴ്സസ് ഇല്ല.
ഇവിടെയാണ് ഭരണഘടനാപരമായി ഈ താഴ്ത്തട്ടിലുണ്ടായതായിട്ട് വെച്ചിരുന്ന മനുഷ്യർ, അവർ താഴിലുള്ളവരൊന്നും അല്ല, അവരെ അങ്ങനെ ആക്കിയതാണെന്ന് നമ്മൾ അറിയണം. ലോകത്ത് ഒറ്റ മനുഷ്യകുലമേ ഉള്ളൂ, അവർ വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചതല്ല, ആക്കിയെടുത്തതാണെന്ന് അറിയേണ്ടതുണ്ട്. ആ ആക്കിയെടുത്ത ആൾക്കാർക്ക് സവിശേഷമായ പ്രൊട്ടക്ഷൻ കൊടുക്കാതെ, നേരത്തെ പറഞ്ഞ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനായിട്ടുള്ള അവകാശം കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അതേ കാരണമാണ്. ഇതിനാണ് അവർക്ക് സവിശേഷമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനാണ് സംവരണം എന്ന് പറയുന്നത്. ഈ സംവരണം കൊടുക്കുന്നത് ജാതി പുനരുൽപാദിപ്പിക്കുകയാണെന്ന് വെക്കുന്ന ആർഗ്യുമെന്റ് ആണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത്. വേടൻ ഈ വിവേചനങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലായിടവും ഉണ്ട്, ഇത് ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതാണ് ഈ ലക്ഷം വീട് കോളനി എന്ന് അറിയണം. തുല്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ കമ്മ്യൂണിസം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ലക്ഷം വീട് കോളനി ഉണ്ടാക്കും? കോളനി എന്നുള്ള വാക്കും മറക്കരുത്. എങ്ങനെ ഉണ്ടാക്കും? നായന്മാരും ഈഴവരും കൂടെ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നാട്ടിലുള്ളൂ. അത്ര അറിയണം. ആ നടത്തുന്ന അവര് പൗരരാണെന്നും ഞങ്ങളെല്ലാം തുല്യരാണെന്നും ഒക്കെ പറയുമ്പോഴേ എങ്ങനെയാണ് ഒരു വിഭാഗം, അടിസ്ഥാന വിഭാഗം എന്നൊക്കെ പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുമ്പം ആരും സ്ഥലം കൊടുത്തിട്ടില്ല. ഏറ്റവും മോശം എവിടെങ്കിലും ഒരു മൂലയിൽ ഒരു സ്ഥലം കൊടുത്തിട്ട് അവിടെ ഒരു കോളനി ഉണ്ടാക്കിയാണ് അവരെ വീടുള്ളവരാക്കിയത്. അല്ലാതെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ താമസിപ്പിക്കുന്നവരാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയാതെ പോയ ഒരു സമൂഹത്തിലാണ് നമ്മളിരിക്കുന്നത്. അതിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ ആശയങ്ങളും തുല്യതയാണ്, ഒരു സംശയം നോക്കില്ല. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ വന്നത് ഇങ്ങനെ വരുന്നത്. ഇത് നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങളുള്ള തട്ട് സമൂഹത്തിന്റെ യുക്തികൾക്ക് അപ്പുറത്തോട്ട് നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുണ്ടെന്ന് പറയുന്ന അംബേദ്കറും അതുണ്ടെന്ന് പാടിയ വേടനും ജാതി ഉണ്ടാക്കാനാണെന്ന് ഗാന്ധി പറയുന്ന പോലെയാണ് ഇപ്പൊ ഇയാൾ പറയുന്നത്. ഗാന്ധി കൃത്യമായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്നും തെരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, അവർ കേറ്റത്തില്ല. ഇയാൾ പോയിട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഫ്രണ്ട് ആകാൻ ശ്രമിച്ച സമ്മതിക്കത്തില്ലടോ. ഇയാൾ ആരോട് പറയാണ്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇയാൾ ഈ വെജിറ്റേറിയനായ ആളിന് വീട് കൊടുക്കുന്ന നാടല്ലേ? അത് എഴുതി വെച്ചിട്ടുണ്ടോ? അത് എഴുതി വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇയാൾ അവിടെ പോയിട്ട് ഫ്രണ്ട്ഷിപ്പിന് ഇയാള് 2 കൊഞ്ച് മേടിച്ചോണ്ട് പോകാൻ പറ്റുമോ? അപ്പൊ അത്രയും ഇയാൾ ആ വീട്ടിൽ കയറിയാൽ ഇയാള് കൊഞ്ച് തിന്നാൻ പറ്റത്തില്ല. അത് തന്നെയാണ് പറയുന്നത്. അയാളുടെ വീടല്ലത്, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ജാതി എന്ന് പറയുന്നത്. അല്ല, അതൊരു വ്യക്തിയുടെ ഒരു വിശ്വാസം, ഒരു വ്യക്തിയായിട്ടൊരു ബന്ധമല്ല. സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണെങ്കിൽ 40 പേരുടെ തലമുട്ട അടിച്ചത് വ്യക്തിയുടെ വിശ്വാസം കൊണ്ടാണ്. ഞാൻ പറയുന്നത് പുതിയ ഇതാണ് മര്യാദയില്ലാതെ. അവനവന് നിങ്ങളിപ്പോ എന്റെ കൂടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ എന്റെ കൂടെ ഇരുത്താനായിട്ട് എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഈ ന്യായമൊക്കെ നാട്ടിലെ ന്യായമാണെങ്കിൽ നിങ്ങൾ തറയിലിരിക്കാൻ ബാധ്യത വരും. കാരണം ഞാൻ ഇത്രയും പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന നാടാണ്. നിങ്ങൾക്ക് ഈ അനുഭവജ്ഞാനങ്ങളില്ല. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജനിച്ച വഴി കിട്ടിയിരിക്കുന്ന ധനം എന്ന് പറഞ്ഞ സാധനം, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നെന്ന് പറയുന്നത് കുറച്ചു പേർക്ക് ഈ ഇരിപ്പിന് മാത്രമേ ഇപ്പോഴുള്ളൂ. വീട്ടിൽ ഇപ്പോഴും കയറ്റത്തില്ല. വീട്ടിൽ കയറ്റാത്ത കുടുംബങ്ങളാണ്.